എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രഭു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം നിരഞ്ജനെ വിളിച്ചിട്ട് ജാനകിയോട് ആ കാര്യങ്ങളൊക്കെ പറയണം, സൂക്ഷിക്കണം. അപർണ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാരണം 18 കിലോമീറ്റർ അപ്പുറം ജാനിയടുത്തി ഉണ്ടെന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൾ അങ്ങനെ പറയാൻ വഴിയില്ലോ. പക്ഷെ എന്തായാലും ജാനകിക്ക് ഒരു സംശയം. കാരണം അങ്ങനെ പറഞ്ഞാലും അവൾക്ക് അങ്ങനെ അറിയായിരുന്നെങ്കിൽ അവൾ പാഞ്ഞേറി ഇങ്ങോട്ടേക്ക് വന്നേനം. പക്ഷെ അവൾ വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവൾക്ക് എന്തോ ചെറിയ ന്യൂസാണ് കിട്ടിയിട്ടുള്ളൂ. തന്നെ ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. പക്ഷെ എന്തായതാണെന്നൊന്നും അവൾക്കറിയത്തില്ല. അങ്ങനെ അറിയായിരുന്നെങ്കിൽ അവൾ വന്നേനെന്നൊക്കെ നിരഞ്ജനയോട് ജാനകി പറയണം. ആ സമയം നിരഞ്ജന പറഞ്ഞു, എന്നാലും ജാനി അടുത്ത് ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ഇവിടെ ഞാൻ സൂക്ഷിച്ചോളാം, ഒരു കാര്യം ചെയ്യുക, അവൾ എന്തേലും ഇനി വേറെ എന്തേലും പറയുവാണെങ്കിൽ അപ്പം തന്നെ എന്നോട് വിളിച്ച് പറയണം കേട്ടോ എന്ന് പറയാം. എന്നോട് അധികമൊന്നും പറയാൻ വഴിയില്ല. ഇനിയിപ്പോൾ എൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീട് കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ടായിരിക്കും അവൾ ചിലപ്പോൾ ഇത്രയും നിറഞ്ഞു നോക്കിയത്. പക്ഷെ ഞാൻ പറയാത്തതുകൊണ്ട് പിന്നെ അവൾ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. എന്നാലും ജാനിയടുത്തി അറിയാലോ അപർണയുടെ സ്വഭാവം, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിരഞ്ജനെ. എന്താണെങ്കിലും അവളുടെ കൺമുന്നിലേക്ക് ഞാനും എൻ്റെ അമ്മയും പോയി പെട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഞാൻ ചെല്ലും, എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടിയതിന് ശേഷം അമ്മയുടെ കൈയും പിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു, അത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറയണം. അങ്ങനെ നിരഞ്ജന കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ജാനകിക്ക്. പിന്നീട് ജാനകി ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അബിയെ വിളിച്ച് പറയുന്നുണ്ട്. അബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം എത്രയും പെട്ടെന്ന് തന്നെ പണി കൊടുക്കണമല്ലോ. തമ്പിക്കിട്ട് തന്നെ ആദ്യം ഒരു പണി കൊടുക്കുക. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കുറച്ച് ഊർജിതമാവും. അപർണ എന്താണെങ്കിലും ഇപ്പം നിന്റെ പുറകെ വരില്ല, അതല്ലേ വേണ്ടേ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പണി തന്നെ കൊടുക്കാന്ന് പറയണം. അല്ല അബിയേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ സക്കീർ വക്കീലുമായിട്ടൊന്ന് കൂടി ആലോചിക്കട്ടെ എന്ന് പറയണം. അതിനുശേഷം വക്കീലിനെ വിളിക്കുകയാണ് അബി. പിന്നീട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപർണ മിക്കവാറും ജാനകിയുടെ അമ്മയുടെ അടുത്തേക്ക് ചൊല്ലുമെന്ന് തോന്നിയെന്ന് പറയണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഇനി ഒരുപക്ഷെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം രാധാമണി വാരിസരെ ആണെന്ന് പറഞ്ഞിട്ട് ആരെയും നമുക്ക് ഏതൊരു സ്ത്രീനെ ഇറക്കണമെന്ന് പറയണം. അതോ ഒരു മാർഗമുള്ളെന്ന് പറയണം. അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പിയുടെ വീട്ടിലേക്ക് എന്നെ കയറി ചെല്ലണം. തമ്പിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ തമ്പിയുടെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലേക്ക് ചില സംശയങ്ങളൊക്കെ കയറ്റി വിടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും. അവർ വിളിച്ച് കൃത്യമായിട്ട് അപർണയോട് കാര്യങ്ങൾ പറയും. പിന്നെ അപർണ ആ പുറകെ നടന്നോളൂ. കുറച്ച് നാളത്തേക്ക് അപർണയുടെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത് വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാന്ന് പറയണം. അത് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇപ്പം അപർണനെ എങ്ങനെ ഒതുക്കിയെടുത്തണം, അതല്ലേ ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ നിൽക്കും. അതെ അതന്നെ വക്കീലെ, അതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് പറയണം. പിന്നീട് വക്കീല് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഈ സമയത്ത് ആകെപ്പാടെ അസ്വസ്ഥയായിരുന്നു രാധാമണിക്കാണെങ്കിൽ ഒന്നിനും ഒരു ഇതില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയോടെയൊക്കെ ഒരു ആക്റ്റീവ് ആയിരുന്നു. പക്ഷേങ്കിൽ 2 ദിവസമായിട്ട് വല്ലാത്തൊരു ടെൻഷൻ പോലെ എന്തോ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇരിക്കുന്ന ഇരിപ്പാണ്. ഒരു ചിരിയില്ല മുഖത്തല്ലെങ്കിൽ ഒരു ചിരിയെങ്കിലും വരുന്നത്. ഇപ്പം ചിരിയും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും ഇടയ്ക്ക് ആരെയോ പ്രതീക്ഷിക്കുന്ന പോലൊരു നോട്ടമുണ്ട്. പിന്നീട് മേരിക്കുട്ടിയമ്മ എന്നിട്ട് ജാനകിയോട് പറഞ്ഞു, മോളെ ഇത് അപകടമാണ്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നല്ലേ, പെട്ടെന്ന് എന്തോ രാധാമണിക്ക് എന്തോ ഒരു മാറ്റമുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. മോളൊരു കാര്യം ചെയ്യുക, ചെന്ന് ചോദിക്കുക അവൾക്ക് എന്താ സംഭവം എന്ന്. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറയണില്ലെന്ന് പറയാണ്. പിന്നീട് രാധാമണിയുടെ അടുത്തേക്ക് ജാനകി ചെല്ലുവാണ്. ജാനകി ചെന്നിട്ട് ചോദിച്ചു, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ ആരോ തിരയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ഇനിയിപ്പോൾ പഴയ ആശ്രമത്തിലേക്ക് പോകണോ? അവിടെ ആരെങ്കിലും കാണാനുണ്ടോ? അവിടെയുള്ള ചേച്ചിമാരെയൊക്കെ കാണണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി, ഞങ്ങൾ അമ്മേനെ കൊണ്ടാന്ന് പറയണം. പക്ഷേങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് മേൽക്കുട്ടിയും വെച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, അമ്മയുടെ മനസ്സിൽ അമ്മ ആരെയോ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ജാനകി ചോദിച്ചു, അമ്മയ്ക്ക് പൊന്നൂനെ കാണാൻ ആഗ്രഹമുണ്ടോ? പൊന്നൂനെയാണോ കാണേണ്ടതെന്ന് ചോദിക്കണം. പൊന്നു എന്നുള്ള പേര് കേട്ടതും പെട്ടെന്ന് തന്നെ രാധാമണി തിരിഞ്ഞു നോക്കുകയാണ്. ആ മുഖത്തെ ആ ഒരു തുടിപ്പും പ്രസരിപ്പും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പൊന്നൂനെ കാണാനാണ് അമ്മ ആഗ്രഹിക്കുന്നുള്ള കാര്യം. മേരിക്കുട്ടിയമ്മ പറഞ്ഞ്, കണ്ടില്ലേ പൊന്നൂൻ്റെ പേര് പറഞ്ഞപ്പം ആ മുഖത്തെ പ്രസാദം, ആ മുഖത്തെ പുഞ്ചിരി കണ്ടില്ലെന്ന് ചോദിക്കുക. അപ്പം മോളെ കാണാൻ വേണ്ടിയിട്ടാ രാധാമണി ആഗ്രഹിക്കുന്നത്. ഇത് ഒരു നല്ല കാര്യം തന്നെയാണ്. രാധാമണിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു രൂപം മാത്രമേ ഉള്ളൂ, പൊന്നൂൻ്റെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ജാനകിക്ക്. ജാനകി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെ മനസ്സിൽ പൊന്നൂനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. കാരണം ഇത്രയും കാലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതൊരു നല്ല കാര്യമല്ലേ മേരിക്കുട്ടിയമ്മേന്ന് ചോദിക്കുക. അതെ നല്ലൊരു കാര്യം തന്നെയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പൊന്നൂനെ കൊണ്ടുവരണം. പൊന്നു വരുവാണെങ്കിൽ മാറ്റം ഉണ്ടാകുന്ന പറഞ്ഞേ. ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലേ മോളെ നിൽക്കും. അതെ ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നല്ല കാര്യം തന്നെയാന്ന് പറയണം. പിന്നീട് ജാനകി അബിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം,
ഞാൻ മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, വേണ്ട അഭിയേട്ടൻ ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അപർണയുടെ സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ തീർത്തു കൊടുത്തിട്ട് എനിക്കിങ്ങോട്ട് പോരാലോ എന്ന് പറയണേ. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, മോളെ വിളിച്ചോണ്ട് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് പോരേന്ന് പറയാണ്. പിന്നീട് ജാനകി മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞു, മേരിക്കുട്ടിയമ്മ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ വീട് വരെ പോവാം, നാളെ വീട് വരെ പോയിട്ട് മോളെ വിളിച്ചോണ്ടിരാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മേരിക്കുട്ടിയമ്മ പറഞ്ഞു, മോളെന്തിനാ നാളെ ആക്കണ്ടേ, ഇന്ന് തന്നെ പോയിക്കോ, ഇന്ന് പോയിട്ട് പോരെ. അല്ല അത് പിന്നെ എന്താ ഇന്ന് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, മോള് ധൈര്യമായിട്ട് പോയിട്ട് പോരെ, ഞാനിവിടെ ഇല്ലേ, ദേ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഞാൻ എപ്പോഴും കാണും, ഒരു പോറിൽ വരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എൻ്റെ ജീവൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആർക്കെങ്കിലും രാധാമ്മയുടെ ശരീരത്തിൽ തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ടിഞ്ഞപ്പം ജാനകിക്ക് വല്ലാത്ത സങ്കടം വന്നു. ആരുമല്ല, പക്ഷെ എന്നാലും മേരിക്കുട്ടിയമ്മയുടെ ആ സ്നേഹവും കരുതലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മൂമ്മ തങ്ങളുടെ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എല്ലാം നിൽക്കുന്നത്. അങ്ങനെ ജാനകി ഒരുങ്ങി അളകാപുരിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് തമ്പിക്ക് നല്ല ഇടിവെട്ട് പണിയായിട്ടാണ് അങ്ങോട്ടേക്ക് രാധാമണി വാരിസയുടെ വേഷം കെട്ടി സ്ത്രീ അങ്ങോട്ട് വന്നിറങ്ങുന്നത്. അപ്പം അതൊക്കെ സക്കീർ വക്കീലിൻ്റെ ഒരു പണിയായിരുന്നു. അങ്ങനെ അവർ വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് വസുന്ധര എന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ എന്തായിരുന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല തമ്പി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. തമ്പിയേട്ടൻ ഇവിടെ ഉണ്ട്, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറയണം. അല്ല ആരാ പേരൊന്നും പറഞ്ഞില്ല, രാധാമണി വാരിസെന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാവുമെന്ന് പറയണം. അല്ല ബാ കയറി ഇരിക്കുന്ന പറയണം. ഇരിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയണം. അത് കേട്ടപ്പോൾ വസുന്ധരയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ. കാണാമെന്നാണെങ്കിൽ അകത്ത് കയറി സംസാരിച്ച പോലെ എന്തിനാ പുറത്ത് ഇരിക്കുന്നവര് എന്ന് നോക്കണം. പിന്നീട് എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും തമ്പി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ തമ്പി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് വസുന്ധര തമ്പിയേട്ടാന്ന് വിളിക്കുന്നത്. ആ ഒറ്റ വിളിയിൽ തമ്പി ഞെട്ടിപ്പോയി പെട്ടെന്ന്. നീ എന്താടി മനുഷ്യനെ പുറയുന്നു വന്ന് പേടിപ്പിക്കുകയാണെന്ന് നിൽക്കും. അല്ല തമ്പിയേട്ടനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാം. കാണാനായിട്ട് ഒരാളോ, അവരോട് കയറി ഇരിക്കാൻ പറ എന്ന് പറയണേ. കയറി ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ അവർ വന്നില്ല, ഒരു സ്ത്രീയാന്ന് പറയണേ. സ്ത്രീയോ? തമ്പി ഒരു നിമിഷം കൊണ്ട് വേർത്ത് പോയി. ആരടി വന്നിരിക്കുന്ന സ്ത്രീയോ, അവരുടെ പേരാ മറ്റോ പറയാൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. അതും പറഞ്ഞിട്ട് തമ്പി നേരെ എന്ത് ചെയ്യണം, ജനലിൻ്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുറം തിരിച്ച് നിൽക്കുന്ന കണ്ടു. അല്ല ആരാ വന്നേ, പേര് വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, രാധാമണി വാരിസരോ അങ്ങനെ എന്തോ പറഞ്ഞത്. കണ്ടിട്ടൊരു പശപ്പശക തോന്നുന്നുണ്ട്, എന്തോ ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടിയാ സംസാരിച്ചേ, എന്തോ അങ്ങനെയൊക്കെയാ പറഞ്ഞേ, എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. അല്ല ആരാ, എന്താ ഏതാ ഈ രാധാമണി വാരിസർ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിയുടെ മുഖത്തെ വിളർച്ച പെട്ടെന്ന് വസുന്ധര ശ്രദ്ധിച്ചു. എന്താ തമ്പിയേട്ടൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ ചോദിക്കും. ഒന്നുമില്ല, എന്തോ പേടിച്ചതുപോലെ ഉണ്ടല്ലോ, എന്താ കാര്യം എന്താ നിൽക്കും, എന്തേലും കുഴപ്പം പിടിച്ച കേസാണെന്ന് നിൽക്കും. അതൊന്നും നീ ഇപ്പം തൽക്കാലത്തേക്ക് ഇറങ്ങണ്ട, നീ ഒരു കാര്യം ചെയ്യുക, അവരോട് പോയി പറ ഞാനിവിടെ ഇല്ലയെന്ന് പറ. അതിപ്പം ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വയ്യാതെ കിടക്കോ, എനിക്കിപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല, നിന്നോട് പോയി പറയാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം വസുന്ധര ഇങ്ങനെ ആലോചിച്ചു, തമ്മിയാണ് ഇത് എന്ത് പറ്റി, പെട്ടെന്നൊരു ഭാവമാറ്റം കാര്യങ്ങളൊക്കെ, എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങനെ അത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അതെ തമ്പിയേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയണം. അപ്പം മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, തമ്പിയേട്ടൻ പുറത്തു പോയെന്ന് പറയാണ്, ഞാൻ അറിയാതെ ഉണ്ടെന്ന് പറഞ്ഞാന്ന് പറയണം. അല്ല നിങ്ങൾ ആരാ, എവിടെ നിന്നാന്ന് ചോദിക്കണം. കുറച്ച് ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നേ. അപ്പം ഇത് കൂടെയുള്ള ആരാന്ന് ചോദിക്കണം. ഇതെൻ്റെ മോൻ വിശ്വമാന്ന് പറയണം. ശരി ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി വെച്ചു, അല്ല എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അവർ പോയി, പിന്നീട് വരാമെന്ന് പറഞ്ഞാൽ പോയത്. അവരുടെ കൂടെ അവരുടെ മോനുണ്ട്, എന്തോ വിശ്വന്നോ മറ്റോ പേര് പറഞ്ഞെന്ന് പറയണം. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് സമുദ്രം ഏറ്റുന്ന പോലെ തോന്നി. തമ്പി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം തമ്പി അങ്ങോട്ടേക്ക് ഇറങ്ങി വരില്ല എന്നുള്ള കാര്യം ഈ പറഞ്ഞ സക്കീർ വക്കീലിനൊക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു കാരണവശാലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തമ്പിക്ക് അങ്ങനെ മുന്നിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. പോരാത്തിന് വസുന്ധരയും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടുപേരെ കൊണ്ട് ഇങ്ങനെ വേഷം കിട്ടിച്ച് തമ്പിനെ എങ്ങനെയും ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വസുന്ധരയുടെ ഉള്ളിൽ സംശയങ്ങളായി. പിന്നീട് വസുന്ധര നേരെ അപർണയെ വിളിക്കുകയാണ്. അപർണയെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ മോളെ ഇന്നൊരു പ്രശ്നമുണ്ടായി ഇവിടെ. ഒരു രാധാമണി വാരിസരും അവരുടെ ഒരു മോനും ഇവിടെ കാണാൻ വന്നു. മോൻ്റെ പേര് വിശ്വന്നാ. പക്ഷേ എങ്കിൽ അവരെ കണ്ടിട്ട് തമ്പിയേട്ടൻ അവരെ കാണാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയണേ. കൂട്ടാക്കില്ലെന്നോ? അതെ, അവർ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പിയേട്ടൻ്റെ മുഖമൊക്കെ എന്തോ വിളറി വെളുത്ത പോലെ ഇരിക്കുന്നത്. എനിക്ക് മോളെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയുടെ സമ്മതം ഏറ്റാൻ തോന്നി. കാരണം അപർണ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അത് ആരായിരിക്കും വന്നേ, ആ വിശ്വം എന്നുള്ള പേര്. ഇതാണല്ലോ കഴിഞ്ഞ ദിവസം അബിയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താൻ കരുതിയിരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ.
അപർണയുടെ മനസ്സിൽ സംശയങ്ങളുടെ മുള പൊട്ടുവാണ്. അങ്ങനെ അഭി ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.